ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക മെഴുക്കുവരട്ടി ചെയ്തെടുത്താലോ. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ കോവയ്ക്ക എടുത്തിട്ടുണ്ട്. 2 സവാളയുള്ളി എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പുപൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് നന്നായിട്ട് പുരട്ടി കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് അരപ്പെല്ലാം പിടിക്കും. അതിനുശേഷം ചീനച്ചട്ടി ചൂടാക്കാൻ വെക്കാം. ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തിളച്ച് വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഉള്ളിയും കോവയ്ക്കയും കൂടെ ഇട്ട് നന്നായിട്ട് എണ്ണയ്ക്കകത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എത്രത്തോളം മിക്സ് ചെയ്യുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും കോവയ്ക്ക മെഴുക്കുവരട്ടി. എണ്ണ ഇത്തിരി കുറവായിരുന്നു, അപ്പം ഞാൻ അതിനകത്തോട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ് അടച്ചു വെക്കാം. എന്നിട്ട് ഈ പരുവാവും. എന്നിട്ട് പിന്നെയും അത് ഇളക്കി മിക്സാക്കി കൊടുക്കാം. പിന്നെയും 2 മിനിറ്റ് അടച്ചു വെക്കാം. പിന്നെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഒരു കുറച്ച് 2-3 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോഴത്തേനും കോവയ്ക്ക നന്നായിട്ട് വഴണ്ട് വരും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക മെഴുക്കുവരട്ടിയാവും. അപ്പോൾ നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ